വിമർശിച്ച് കൊല്ലാം, പക്ഷെ നിങ്ങൾക്ക് അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല. 41 വർഷം മുൻപ് മെദീരയിൽ നിന്ന് വീശിത്തുടങ്ങിയ കൊടുങ്കാറ്റാണത്. കണ്ണിലണയാത്ത പോരാട്ട. ഇതിഹാസമേ, ഇതെന്തൊരു മടക്ക് യാത്രയാണ്. കുനിഞ്ഞ ശിരസും ഉതിർന്ന കണ്ണുനീരും നിന്നിലെ പോരാളിയുടെ അടയാളമല്ലല്ലോ. മദീരയിൽ നിന്നും ഉദിച്ചുയർന്ന് ലോകം കീഴടക്കുന്നതിനിടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിൽ ഒരാളായി നീ ഭേദിച്ച അനേകായിരം വലകൾ സാക്ഷിയാണ്. നിന്നെപ്പോലെ ഒരു കളിക്കാരൻ ഈ തുകിൽപ്പന്തിനെ ഇന്നോളം പുലുകിയിട്ടില്ല എന്ന്. അർത്ഥമില്ലാതെ വെറും കൈയോടെ വിശ്വവേദിയോട് വിട പറയുവാൻ നിങ്ങൾക്ക് മടിയുണ്ടെന്നറിയാം. ചുറ്റും പരിഹാസനങ്ങൾ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. നിന്റെ കണ്ണുനീർ കാണുവാൻ കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയാണ്. വേൾഡ് കപ്പില്ലാത്തവനെന്ന കളിയാക്കലുമുണ്ട്. പണ്ട് തൻ്റെ പാദങ്ങൾ തകർത്തെറിഞ്ഞ പലരുടെയും സ്വപ്നങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ചോയ കൂടിയുണ്ട് ആ മുറവിളികൾക്ക് പുറകിൽ. ചരിത്രവും കാലചക്രവും അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ? പക്ഷേ ചതിക്കുമെന്നറിഞ്ഞിട്ടും ഈ 42-ാം വയസ്സിലും നീ ഒരുങ്ങിയിറങ്ങിയതും മറ്റൊരു ചരിത്രം തന്നെയല്ലേ. വേൾഡ് കപ്പിനേക്കാൾ എത്രയോ മുകളിലായിരുന്നു നിങ്ങൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ലെഗസി. അതിനെ ആസ്വദിച്ച ഈ കാൽപന്ത് ലോകത്തിന് നിങ്ങളുടെ മഹത്വം നന്നേ തിരിച്ചറിയാം. ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർ വരെ ഒരിക്കൽ നിങ്ങളുടെ അഭാവം തിരിച്ചറിഞ്ഞ് നിരാശപ്പെടുന്നൊരു കാലം തീർച്ചയായും വരും. ഇത്രയും കാലം കാൽപന്ത് ചക്രവാളത്തിൻ്റെ ദിശാസൂചികയെ ചലിപ്പിച്ചവൻ്റെ കഴിഞ്ഞ നാളുകളിലേക്ക് അന്നവർ മോക്ഷം തേടി പോകേണ്ടിയും വരും. അന്ന് യൂറോപ്പിൻ്റെ പുൽനാമ്പുകൾക്ക് പോലും അവൻ്റെ രക്തത്തിൻ്റെ ഗന്ധമായിരിക്കും. മനസ്സ് നിറയെ നന്മയും ജീവിതം മുഴുവൻ വേദനകളും അപമാനങ്ങളും പോരാട്ടങ്ങളും നിറഞ്ഞപ്പോഴും ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം വിജയിച്ച റൊണോ എന്ന മഹാരഥനെ നിങ്ങൾക്കെങ്ങനെ വെറുക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം അന്നവർക്ക് മുന്നിലുണ്ടാകും. ഹാംബർഗിലെ ഫ്രാങ്ക്ഫൂർട്ടിലുള്ള ഓരോ വീട്ടിലേക്കും കുട്ടികൾക്ക് കളിക്കുവാൻ ഓരോ ഫുട്ബോൾ വീതം എത്തിച്ചു നൽകുന്ന, ലോകം നേരിടുന്ന പ്രതിസന്ധികളിൽ വെളിച്ചമായി എത്തുന്ന, വിരോധികൾ പോലും അംഗീകരിക്കുന്ന ആ വലിയ മനസ്സിൻ്റെ ഉടമയെ നിങ്ങൾക്കെങ്ങനെ ഇന്നും അധിക്ഷേപിക്കാൻ സാധിക്കുന്നു? മഹത്വമെന്നത് നിങ്ങൾ നേടുന്ന കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. നിങ്ങളുടെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ നിങ്ങൾ ആരെ പ്രചോദിപ്പിക്കുന്നു എന്നതിലും കൂടിയായിരുന്നു. തൻ്റെ പൈതൃകം ട്രോഫികളിൽ മാത്രം ഒതുങ്ങുന്നതുമായിരുന്നില്ല. താൻ തൊട്ട ജീവിതങ്ങളിലും താൻ ജ്വലിപ്പിച്ച സ്വപ്നങ്ങളിലും കൂടിയായിരുന്നു അത്. അങ്ങനെ അനേകായിരം ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ കാൽപന്തട്ടക്കാരൻ വിശ്വവേദിയോടും വേൾഡ് കപ്പിനോടും വിട പറയുകയാണ്. വരും നാളുകളിൽ മറവി രോഗമെൻ്റെ മസ്തിഷ്കത്തെ കീഴ്പ്പെടുത്തുമായിരിക്കും. എന്നാലും ഇന്നോളം അയാൾ പകർന്നു രാവുകളും നിമിഷങ്ങളും എനിക്കെങ്ങനെ മറക്കാൻ കഴിയും? താങ്ക് യു, സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിന്, ഞങ്ങളുടെ ജീവിതം അനശ്വരമാക്കിയതിന്. വിമർശിച്ച് കൊല്ലാം, പക്ഷെ നിങ്ങൾക്ക് അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല. 41 വർഷം മുൻപ് മെദീരയിൽ നിന്ന് വീശിത്തുടങ്ങിയ കൊടുങ്കാറ്റാണത്. കണ്ണിലണയാത്ത പോരാട്ട വീര്യമാക്കിയ മനുഷ്യനാണയാൾ, പ്രതിഭയാണയാൾ. നമുക്കിനിയും കണ്ടെത്താൻ കഴിയാത്ത, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന